അതെ, 2 വർഷമായി ഞാൻ ഈ ചിട്ടി നടത്തുന്നു. ചിട്ടി കിട്ടിയവർക്ക് പൈസ അടക്കം ഭയങ്കര ബുദ്ധിമുട്ടാ. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ഹലോ ഹലോ ചേച്ചി. ആ രമണി. ആ പറ ചേച്ചി. ഇന്ന് ചിട്ടിയാണെന്ന് അറിയാവോ? അറിയാലോ. ചിട്ടി അടക്കേണ്ട ദിവസമാണെന്ന് അറിയാം അല്ലേ? അതും അറിയാം. അപ്പൊ നിന്റെ ചിട്ടി ഇവിടെ കാണുന്നില്ല പൈസ. അയ്യോ ചേച്ചി, എന്റെ ഭർത്താവിന് തീരെ സുഖമില്ല. എന്ത് പറ്റി? നല്ല തലവേദനയാ. അതെ, നീ വേഗം വന്ന് പൈസ ഇങ്ങോട്ടക്ക്. തലവേദനന്റെ കാര്യം പറയാതെ. വനജേ, അല്ല, നീ ഇന്നലെ കാശ് തന്നതാണല്ലോ. ആണ്, ഞാനേ എന്നെ ഒന്ന് കാണാൻ വന്നതാ. അയ്യോ, നീ മുടിയൊക്കെ സ്മൂത്തിനൊക്കെ ചെയ്ത് സുന്ദരി ആയിരിക്കുന്നല്ലോടി. ആണോ? ഈ മാസത്തെ ചിട്ടി നിനക്ക് വേണമായിരിക്കും അല്ലേ? എങ്ങനെ മനസ്സിലായി? അല്ല, നീ എന്റെ സ്മൂത്തിൽ കയറി പിടിച്ചപ്പോ മനസ്സിലായതാ. അല്ലടി, എനിക്ക് കുറച്ച് കാശിന്റെ അത്യാവശ്യം ഉണ്ടായിരുന്നു. അതെ, ഈ ലോകത്തില് എല്ലാവർക്കും കാശിന് നല്ല അത്യാവശ്യമുണ്ട്. അതൊന്നും അല്ലടി, എന്റെ നാത്തുന്റെ ഇളയ അനിയന്റെ കല്യാണേ വരുന്ന ആഴ്ച. എനിക്ക് ബ്യൂട്ടി പാർലറിൽ പോയി ഒന്ന് ബോട്ടക്സ് ചെയ്യണം, നല്ലൊരു പട്ടുസാരി വാങ്ങണം. അങ്ങനെ കുറച്ച് ആവശ്യങ്ങളുണ്ട്. നീയേ ഈ ചിട്ടി എനിക്കൊന്ന് മറിച്ചു താ. ഈ വനജ നേരെ വാ, നേരെ പോ. ഈ വനജക്ക് ചിട്ടി എന്ന് പറഞ്ഞ ജീവനെന്ന് നിനക്കറിയാലോ. അത് കഴിഞ്ഞ് ഭർത്താവും മക്കളും എല്ലാം ഉള്ളൂ. എടി, വെറുതെ ഒന്നും വേണ്ട. ഈ ചിട്ടി തന്ന അതിന്നൊരു 10,000 നിനക്ക് അങ്ങോട്ട് തന്നേക്കാം. സുമേ, 10,000 എന്ന് പറയുമ്പം മയങ്ങി വീഴുന്ന പല പെണ്ണുങ്ങളും നീ കണ്ടിട്ടുണ്ടാവും. വനജെ, നീ അങ്ങനെ കാണരുതേ. ഇല്ല, എന്നാ നീ കാണണം. കൊള്ളാലോ. അപ്പൊ ചിട്ടി കഴിഞ്ഞ ഭർത്താവും മക്കളും എന്നൊക്കെ പറഞ്ഞിട്ട് അല്ല, അവർക്കും കൂടി വേണ്ടിയാണല്ലോ ഞാൻ ഈ കഷ്ടപ്പെടുന്നത്. ഓ അങ്ങനെ. എടി, കഷ്ടപ്പാടെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്തേ, നീ ചിട്ടിയൊക്കെ നടത്തി വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ടല്ലേ. അപ്പൊ നിന്റെ കെട്ടിയോ നിന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തില്ലടി? ഇല്ലടി. അതെ, ഭർത്താവായോണ്ട് പറയാൻ പറ്റുമോന്ന് അറിയില്ല, എന്നാലും ഞാൻ പറയാം. അയാളെ കൊണ്ട് ഒരു ഉപകാരം ഇല്ലടി. അയാൾ വെറും വാഴയാ. വാഴയോ? എടി, നിന്റെ ഭർത്താവിനെ കൊണ്ട് അങ്ങനെയൊക്കെ പറയാവോ? അയ്യോ, വാഴാന്ന്. വാഴയെ കൊണ്ട് നമുക്ക് എന്തെല്ലാം ഉപകാരമുണ്ട്. വാഴക്കൊലതനും വാഴക്കാമ്പ് കൊണ്ട് തോരൻ വെക്കാം, വാഴപ്പിണ്ടി കറി വെക്കാം, വാഴനാര് പോലും ഉപയോഗപ്രദമാണ്. ഇത്രയും ഉപയോഗമുള്ള വാഴയെ നിന്റെ കെട്ടിയോനായി താരതമ്യം ചെയ്യാവോടി? എന്റെ കെട്ടിയോനെ കുറിച്ച് പറഞ്ഞ എനിക്കെന്താ ഇത്ര പൊള്ളൽ? അതൊക്കെ എന്റെ കെട്ടിയോൻ രാവിലെ 5:30 കൊണരും. അയ്യോ, എന്ത് പണിയും ചെയ്യും. യാതൊരുവിധ കൂട്ടുകെട്ടുകളോ അനാവശ്യ കുടിയോ വലിയോ ഒന്നും തന്നെ ഇല്ല. കൃത്യസമയത്തോണരും, കൃത്യസമയത്തുറങ്ങും. ഇവളെ വർത്താനം കേട്ട വിചാരിക്കോ വീട്ടിലാണത്. ജയിലില് എവിടെ ആയാലെന്താ, കാര്യങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ടോ? അതൊക്കെ പോട്ടെ. എന്റെ ഭർത്താവിന്റെ മഹിമ പറഞ്ഞിരിക്കാണ്ട് നീ നേരത്തെ പറഞ്ഞ കാര്യം പറ. എന്ത് കാര്യം? 10,000 ചിട്ടി എനിക്ക് തന്ന 10 നിനക്ക്. ഉറപ്പാണല്ലോ? ഉറപ്പ്.